സങ്കീർത്തനങ്ങൾ അധ്യായം 68. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവം എഴുന്നേൽക്കും, തൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. തന്നെ പകയ്ക്കുന്നവർ തൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. പുക മാഞ്ഞു പോകുന്നത് പോലെ അവർ മാഞ്ഞു പോകും. തീയുടെ മുമ്പിൽ മെഴുക് ഉരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. നീതിമാന്മാർ സന്തോഷിച്ച് ദൈവത്തിൽ ബലപ്പെടും. തൻ്റെ ആനന്ദത്തിൽ അവർ സന്തോഷിക്കും. ദൈവത്തിന് പാടുവിൻ, തൻ്റെ തിരുനാമത്തെ സ്തുതിപ്പിൻ. സൂര്യാസ്തമയത്തിങ്കലേക്ക് വാഹനമേറിയിരിക്കുന്നവന് സ്തുതി പാടുവിൻ. തൻ്റെ നാമം കർത്താവ് എന്നാകുന്നു. തൻ്റെ മുമ്പിൽ നിങ്ങൾ ബലപ്പെടുവിൻ. എന്തെന്നാൽ ദൈവം തൻ്റെ വിശുദ്ധ തിരുനിവാസത്തിൽ അനാഥരുടെ പിതാവും വിധവകളുടെ ന്യായപാലകനുമാകുന്നു. ദൈവം ഏകാകിയെ കുടുംബമായി വസിപ്പിക്കുന്നു. ബന്ധനസ്ഥരെ സ്വൈരമായി വിട്ടയക്കുന്നു. മത്സരക്കാരോ ശവക്കല്ലറയിൽ വസിക്കും. ദൈവമേ, നീ നിന്റെ ജനത്തിന്റെ മുമ്പായി പുറപ്പെട്ടപ്പോഴും മരുഭൂമിയിൽ കൂടിക്കടന്നപ്പോഴും ഭൂമി ഇളകി. ആകാശങ്ങളും ദൈവസന്നിധിയിൽ മഴത്തുള്ളി വീഴ്ത്തി. ഈ പർവ്വതമാകുന്ന സീനായി പോലും ഇസ്രായേലിൻ ദൈവമായ ദൈവസന്നിധിയിൽ ഇളകി. ദൈവമേ, നീ നിന്റെ അവകാശത്തിന് പ്രസാദമഴ നൽകി. അത് ക്ഷീണിച്ചപ്പോൾ നീ അതിനെ ബലപ്പെടുത്തി. നിന്റെ ജീവികൾ അതിൽ വസിച്ചു. ദൈവമേ, നിന്റെ കൃപയാൽ സാധുക്കൾക്ക് നീ ശക്തി നൽകി. കർത്താവ് സുവിശേഷ വചനത്തെ മഹാശക്തിയോടെ നൽകും. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഒന്നിച്ചുകൂടും. നിന്റെ ഭവനത്തിന്റെ ഭംഗിയെ കവർച്ചയായി വാങ്ങിക്കും. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ ഉറങ്ങിയാലും വെള്ളി കൊണ്ട് പൊതിഞ്ഞ പ്രാവിൻ ചിറകുകൾ പോലെയും തങ്കം കൊണ്ടുള്ള അതിൻ്റെ തൂവലുകൾ പോലെയും ഇരിക്കും. ദൈവം അവിടെ രാജാവിനെ നിയമിച്ചപ്പോൾ സൽമോനിൽ ഹിമം പൊഴിഞ്ഞു. ദൈവത്തിൻ്റെ പർവ്വതം, ബൈശാന്റെ പർവ്വതങ്ങൾ കൊടുമുടിയുള്ള പർവ്വതങ്ങൾ തന്നെ. ബൈശാന്റെ പർവ്വതങ്ങളെ, കൊടുമുടിയുള്ള പർവ്വതങ്ങളെ, നിങ്ങൾ എന്ത് ഭാവിക്കുന്നു? ദൈവം തിരുനിവാസത്തിന് തിരഞ്ഞെടുത്ത പർവ്വതത്തിൽ കർത്താവ് എന്നേക്കും വസിക്കും. ദൈവം സൈന്യത്തിന്റെ 10,000-ങ്ങളിലും 1000-ങ്ങളിലും വാഹനമേറി. കർത്താവ് തന്റെ ശുദ്ധതയിൽ സീനായിൽ എന്ന പോലെ അവരിൽ വസിക്കും. നീ ഉയരത്തിലേക്ക് കരേറി. അടിമത്വത്തെ അടിമയാക്കി മനുഷ്യർക്കായി ദാനങ്ങളെ സ്വീകരിച്ചു. മത്സരക്കാർ ദൈവം മുമ്പാകെ വസിക്കയില്ല. ഞങ്ങളെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്ത കർത്താവ് നിത്യവും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ ദൈവമായ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം, മരണത്തിൻ്റെയും പുറപ്പാടിൻ്റെയും നാഥനായ ദൈവം തമ്പുരാനാകുന്നു. എന്നാൽ ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയിലും പാപങ്ങളിൽ ജീവിക്കുന്നവരുടെ രോമമുള്ള നെറുകയിലും മുറിക്കും. ഞാൻ നിന്നെ പല്ലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് സമുദ്രത്തിലെ അഗാധങ്ങളിൽ നിന്ന് തിരിച്ചും കൊണ്ടുവരുമെന്ന് കർത്താവ് അരുളി ചെയ്തു. നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ നിന്റെ കാലും നിന്റെ നായ്ക്കളുടെ നാവും മുക്കേണ്ടതിനത്രേ. ദൈവമേ, അവർ നിന്റെ ഗമനങ്ങളെ കണ്ടും എൻ്റെ ദൈവത്തിൻ്റെയും വിശുദ്ധനായ രാജാവിൻ്റെയും ഗമനങ്ങളെ തന്നെ. സമൂഹങ്ങളിൽ തപ്പുകൾ കൊട്ടുന്ന യുവതികളോടൊന്നിച്ച് പാട്ടുകാരുടെ പിന്നാലെ പ്രഭുക്കന്മാർ ചെന്നു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളാൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുന്നവനാകുന്നു. അവിടെ ചെറിയ ബെന്യാമീനും യഹൂദായുടെ പ്രഭുക്കന്മാരും അവരുടെ അധികാരികളും സെബൂലൂന്റെ പ്രഭുക്കന്മാരും നഫ്താലിയുടെ പ്രഭുക്കന്മാരും ആദരവോടെ സന്നിഹിതരായിരുന്നു.
ദൈവമേ നിന്റെ ബലം പ്രയോഗിക്കണമേ. ദൈവമേ നീ ഞങ്ങൾക്ക് തരുമാറാക്കിയതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. നിന്റെ ആലയം എന്നുള്ള ഭക്തി നിമിത്തം രാജാക്കന്മാർ യെരൂശലേമിലേക്ക് കാഴ്ചകൾ കൊണ്ടുവരും. കാട്ടുമൃഗത്തെയും കാട്ടുപോത്തുകളുടെ കൂട്ടത്തെയും പുറജാതികളുടെ വെള്ളി പൊതിഞ്ഞിരിക്കുന്ന കാളക്കുട്ടികളെയും ശാസിക്കണമേ. യുദ്ധപ്രിയന്മാരായ ജാതികളെ ചിതറിക്കണമേ. സ്ഥാനാപതികൾ മെസ്രേനിൽ നിന്ന് വരും. എത്യോപ്യ ദൈവത്തോട് കൈയടിക്കും. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളിൽ വാഹനമേറിയിരിക്കുന്ന കർത്താവിന് പാടുവിൻ. ബലമുള്ള ശബ്ദമായ തൻ്റെ ശബ്ദം കിഴക്ക് നിന്ന് താൻ പുറപ്പെടുവിച്ചു. ദൈവത്തിന് സ്തുതി പാടുവിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളിൽ ആശ്രയം വച്ചിരിക്കുന്ന ഇസ്രായേലിന് തക്ക ശ്രേഷ്ഠത കൊടുപ്പിൻ. ദൈവമേ നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് നീ ഭയങ്കരനാകുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കും. ദൈവം സ്തോത്രം ചെയ്യപ്പെടട്ടെ. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ